നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള നമ്മുടെ ചെമ്മന്തട്ട അമ്പലത്തിലാണ് കേട്ടോ. ഇവിടെ ഇന്ന് നമ്മുടെ തൃക്കാർത്തികയായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. ഇന്നാണ് കേട്ടോ ഇവിടുത്തെ ഭഗവതിക്ക് മംഗല്യ പൂജയും പിന്നെ ചതുശതം വഴിപാടൊക്കെ ഉള്ളത്. അപ്പം എനിക്ക് ഒരു കാക്കൂട്ട് ചതുശതം ഉണ്ടായിരുന്നു. ചതുശതം നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ ഒരു കൂട്ട് അരക്കൂട്ട് കാക്കൂട്ട് അങ്ങനെ കഴിക്കുക. അപ്പോൾ ഒരുപാട് എക്സ്പെൻസ് ഉള്ള ഒരു വഴിപാടായ കാരണം എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റില്ല. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിയൊക്കെയാണ് ഇവിടെ ചതുശതം ഉണ്ടാക്കല്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഒറ്റപ്പാലത്തുനിന്ന് തിരുമേനിമാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ കാലത്തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് അവർ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ ബാക്കിയുള്ളത് പ്രസാദൂട്ടിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ഞാൻ കൈയും കാലൊക്കെ കഴുകി നെയ്വിളക്ക് കൊടുത്ത് നമ്മൾ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പൂമോടൽ നട അടച്ചതായിരുന്നു. അടച്ച് തുറക്കണ വരെ അവിടെ വെയിറ്റ് ചെയ്തു. തന്ത്രിയാണ് കേട്ടോ പൂമോടലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉള്ളിലെത്തിയപ്പോൾ അവിടെ ശശിയണ്ണും സന്ധ്യച്ചേച്ചിക്ക് വൈകുന്നേരത്തേക്കുള്ള മാലയൊക്കെ കെട്ടി സെറ്റാക്കുന്നുണ്ടായിരുന്നു. മാലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നമുക്ക് വൈകുന്നേരം ഇതെല്ലാം ചാർത്തി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വരണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ റോസ് പൂവ് കൊണ്ടും തുളസിപ്പൂവും നന്ദിയാർ വട്ടവും നമ്മുടെ അരളിപ്പൂവും എല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ണുള്ള മാല മറ്റത് എല്ലാം ഉണ്ട്. ഇതിനെല്ലാം പേരെന്താ പറയുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ റോസാപ്പൂ കൊണ്ടുള്ള മാലയുണ്ട്, പിന്നെ നമ്മുടെ അരളിയുണ്ട്, നമ്മുടെ തുളസി മാലയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നൂർത്തി വെച്ച് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ വൈകുന്നേരം അമ്പതെല്ലാം നമുക്ക് ചാർത്തിയിട്ട് കാണാൻ പറ്റും. പിന്നെ നെയ്വിളക്കൊക്കെ കത്തിച്ചു, പ്രസാദം വാങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറമെ പ്രദക്ഷിണം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുറമെ പ്രദക്ഷിണം വയ്ക്കാൻ വേണ്ടി പോയി. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴേക്ക് സമയം കേട്ടോ. അപ്പോഴത്തേനും അവിടെ പ്രസാദൂട്ടിന് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. നേരെ പോയി നമ്മുടെ ക്യൂവിൽ നിന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പ്രസാദൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ തൊഴുതു പോയ ആൾക്കാരൊക്കെ ഈ ഊണഴിക്കണ നേരമാകുമ്പോഴത്തേനും ഇങ്ങനെ കുറേശ്ശെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് കിട്ടി, അധികം നേരം നിൽക്കേണ്ടി ഒന്നും വന്നില്ല. അപ്പം നമുക്ക് പ്ലേറ്റിലാണ് പ്രസാദൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു മാങ്ങ ഉപ്പിലിട്ടത്, കായും പയറും ഉപ്പേരി, പിന്നെ നമുക്ക് ഇഞ്ചിത്തൈര്, ചോറ്, സാമ്പാർ, രസം, മോര്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പപ്പടം നല്ല ടേസ്റ്റുള്ളൊരു പപ്പടമായിരുന്നു. ഒരു ഗുരുവായൂർ പപ്പടത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാനിട്ട് പ്രത്യേകം ചോദിച്ചത് എവിടെ നിന്ന് വാങ്ങിയത്, നമുക്ക് പോയി വാങ്ങിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു മുക്കട്ടേന്നാണ്. നമ്മൾ സ്ഥിരം മുക്കട്ടേന്ന് വാങ്ങുന്നത് തന്നെയാണ്, പക്ഷേ ഇത് പറഞ്ഞുണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റുള്ളൊരു പപ്പടമായിരുന്നു. പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ യാതൊരു സ്ഥലം ഇരിക്കാനും ഇല്ലാത്ത കാരണം എല്ലാ സ്റ്റേജിൻ്റെ സൈഡിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് ഫോൺ അവിടെ സൈഡിൽ വെച്ചിട്ട് നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. പെട്ടെന്ന് വയറ് നിറഞ്ഞു. കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ എല്ലാ വിഭവങ്ങളുടെയും ആയപ്പോൾ നമുക്കുള്ള വയറ് പെട്ടെന്ന് നിറഞ്ഞു. പിന്നെ 12-12:30 ആയപ്പോഴത്തേനും വേഗം പോരേണ്ട കാര്യം ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ അമ്മയൊക്കെ ഒറ്റയ്ക്കല്ല, പിന്നെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം കഴിച്ചിട്ട് തിരിച്ചു പോരാൻ വേണ്ടി നിന്നു. അത്യാവശ്യം നല്ല തിരക്ക് അപ്പോഴും ഉണ്ട് കേട്ടോ ആ സമയത്തും. അപ്പോൾ നമ്മളിവിടെ പായസം വാങ്ങി വെച്ചിട്ടുണ്ട്. അതും ഞാൻ വണ്ടി അങ്ങോട്ട് കയറ്റി വണ്ടിയിൽ വെച്ച് നേരെ വീട്ടിലേക്ക് വന്നു. ഇനി ഇതെല്ലാം നമ്മുടെ അടുത്തുള്ളവർക്കും നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കൊണ്ട് കൊടുക്കണം. അപ്പം ഞാൻ എല്ലാം ചെറിയ പാത്രത്തിലാക്കട്ടെ വെച്ച്. നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടൊന്ന് ആറിക്കോട്ടെ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുഞ്ഞു ഡബ്ബ എടുത്തിട്ട് എല്ലാത്തിലും നിറയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പറ്റുന്നിടത്തൊക്കെ എത്തിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടോ സ്നേഹമൊക്കെ ഇന്നും ഇതുപോലെ ഉണ്ടാവണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.